വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. MA ബേബി CPIM ജനറൽ സെക്രട്ടറി. CPIMനെ ഇനി MA ബേബി നയിക്കും. പിണറായി വിജയന് പുറമെ PK ശ്രീമതിക്കും പ്രായപരിധിയിൽ ഇളവ്. PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും. TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവർ ഉൾപ്പെടെ 19 പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണുള്ളത്. കേരളത്തിൽ നിന്ന് ആരും പുതുതായി PBയിലില്ല. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട് മധുരയിൽ നിന്ന്. ഒപ്പം തന്നെ ബൽറാം നെടുങ്ങാടിയും R ഷീത്തും വിവരങ്ങളുമായി ചേരും. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, ഇതാ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പിണറായിക്ക് പുറമെ മറ്റാർക്കെങ്കിലും പ്രായപരിധിയിൽ ഇളവുണ്ടാകുമോ എന്നുള്ള കാര്യമായിരുന്നു ഉറ്റുനോക്കിയിരുന്നത്. PK ശ്രീമതിക്ക് കൂടി ഇളവ് നൽകാൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്നു. വിശദാംശങ്ങൾ, പുതിയ വിവരങ്ങൾ ദീപക് ധർമ്മടം. പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല. പാർട്ടി കോൺഗ്രസിലേക്ക് ലിസ്റ്റുകൾ അവതരിപ്പിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്നും 3 പേർ പുതുതായി CCയിലേക്ക് എത്തുന്നു. കേരളത്തിന് തന്നെ ഒരാൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി മാറുമ്പോൾ 3 പേർ പുതുതായി CCയിലേക്ക് എത്തുന്നു. ദിനേശൻ, പുത്തലത്ത് ദിനേശൻ, അതുപോലെ LDF കൺവീനർ TP രാമകൃഷ്ണൻ നേരത്തെ തന്നെ CCയിൽ എത്തുമെന്ന് 24 റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ നിന്നും സലീഖ, ഇത്രയും പേരാണ് പുതുതായി എത്തുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ PBയുടെ ഇളവ് അത് പിണറായി വിജയന് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, നേതൃനിരയിൽ നിന്നും വലിയ ഒരു മുതിർന്ന നിര ഇറങ്ങി പ്രായപരിധിയുടെ പേരിൽ ഒഴിയുകയും ചെയ്യുന്നു. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, അതുപോലെ സുഭാഷിണി അലി, മാണിക് സർക്കാർ തുടങ്ങിയ വലിയൊരു നേതൃനിര തന്നെ ഇറങ്ങുന്നു. അത്തരമൊരു ഘട്ടത്തിൽ പിണറായി വിജയന് മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രായപരിധിയിൽ ഇളവ് നൽകി. പക്ഷേ CCയിൽ PK ശ്രീമതി ടീച്ചർക്ക് ഇളവ് നൽകി എന്നുള്ളൊരു വിവരം വന്നിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ പാർട്ടി കോൺഗ്രസിൻ്റെ അംഗീകാരത്തിലേക്ക് വന്ന ലിസ്റ്റിൽ ആ കാര്യം കാണാനില്ല. പക്ഷേ അത് ആ കാര്യത്തിൽ അല്പസമയത്തിനകം പാർട്ടി കോൺഗ്രസിൽ ഈ CC അംഗങ്ങളുടെ അംഗീകരിക്കുന്നതോടുകൂടി ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഏതായാലും പാർട്ടിയെ ഇനി കേരളത്തിൽ നിന്ന് നയിക്കും. 1978 ഏപ്രിൽ 8 പാർട്ടി കോൺഗ്രസിൽ വെച്ച് EMSനെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. അതിനുശേഷം കേരളത്തിൽ നിന്നുള്ളൊരു നേതാവ്, കേരള ഘടകത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച നേതാവ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ചെങ്കൊടി പാർട്ടിയുടെ അമരത്തേക്ക് എത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ CPIMന് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർക്കാൻ EMSന് ശേഷം MA ബേബി എന്ന പുതിയ ജനറൽ സെക്രട്ടറിയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. റിജിത്ത്, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയാണ്. ഒപ്പം തന്നെ ബൽറാം നെടുങ്ങാടി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പുതുതായി ആരും PBയിലേക്ക് എത്തുന്നില്ല. പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ 85 പേരായിരിക്കും. TP രാമകൃഷ്ണനും പുത്തലത്ത് ദിനേശനും കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം. റിജിത്ത, പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരള ഘടകത്തിൽ നിന്നും പുതിയതായി ആരുമില്ല. അതേസമയം മലയാളിയായ വിജു കൃഷ്ണനെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം നിലവിൽ കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഉൾപ്പെടുന്നു. കൂടാതെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ ഉൾപ്പെടുന്നുണ്ട്. ഈ ബൽറാം കേൾക്കാമോ? തുടരാം. തീർച്ചയായും റിജിത്ത്, കേരള ഘടകത്തിൽ നിന്നും ആരും പുതിയതായി പോളിറ്റ് ബ്യൂറോയിൽ ഇല്ല എങ്കിൽ പോലും മലയാളിയായ വിജു കൃഷ്ണനെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഭാഗമായുള്ള മറിയം ദാവ്ലയെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതുകൂടാതെ മണിക് സർക്കാരിന് പകരമായി ജിതേന്ദ്ര ചൗധരിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശ്രീദീപ് ഭട്ടാചാര്യയാണ് ബംഗാളിൽ നിന്നും സുർജികാന്ത് മിശ്രയ്ക്ക് പകരമായി പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിലവിലെ പോളിറ്റ് ബ്യൂറോയിലെ 7 ഒഴിവുകളും നികത്തിയിരിക്കുകയാണ്. നിലവിലുള്ള പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ അടക്കമുള്ള ഈ പ്രായപരിധിയെ തുടർന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിഞ്ഞ് എല്ലാവരെയും പ്രത്യേക ക്ഷണിതാക്കളായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ എല്ലാവരും ഒഴിയും എന്ന കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ ഇന്നലെ രാത്രി ചേർന്ന പോളിറ്റ് ബ്യൂറോയിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു. അത് പൂർണ്ണമായും തന്നെ നടപ്പാക്കിയിരിക്കുകയാണ്. ഇവർക്ക് പ്രത്യേക ചുമതലകൾ ഉൾപ്പെടെയുള്ളവ നിശ്ചയിച്ച് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നും 3 പേരാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് TP രാമകൃഷ്ണൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവരെയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്നും പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അനുരാഗ് സക്സേന, HI ഭട്ട്,
പ്രേംചന്ദ്, സഞ്ജയ് ചൗഹാൻ, കെ പ്രകാശ്, ടി.പി. രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, സലീഖ എന്നീ 3 പേർ കേരളത്തിൽ നിന്ന്, അജിത് നാവ്ലെ, വിനോദ് നിക്കോലെ, സുരേഷ് പണിയാഗ്രൈ, കൂടാതെ കിഷൻ പരീഖ്, എൻ ഗുണശേഖരൻ, ജോണി വെസ്ലി, എസ് വീരയ്യ, ദേവബ്രത ഘോഷ്, സെയ്ദ് ഹുസൈൻ, കോണയ്ക്ക ഘോഷ്, മീനാക്ഷി മുഖർജി എന്നിവരെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ. അതിൽ ഏറ്റവും പ്രധാനം മീനാക്ഷി മുഖർജി തന്നെയാണ്. നിലവിൽ ഡിവൈഎഫ്ഐ നേതാവാണ്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള യുവ നേതാവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൂടുതലായി ഈ പ്രായപരിധി പൂർണ്ണമായും നടപ്പാക്കണം എന്ന ഒരു നിർദ്ദേശം ബംഗാൾ ഘടകം മുന്നോട്ട് വച്ചിരുന്നു. അത് ബംഗാളിൽ നിന്നും മുന്നോട്ട് വെച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ കാര്യത്തിലും പശ്ചിമ ബംഗാൾ പാലിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം മുഹമ്മദ് റിയാസിനെ പ്രതീക്ഷിച്ച പേര് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല കേന്ദ്ര കമ്മിറ്റിയിൽ. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ നിന്നും കൂടുതൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നിലവിൽ തന്നെ ഉള്ളത് അടക്കം അദ്ദേഹത്തിനെ പരിഗണിക്കുന്നതിന് തിരിച്ചടിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, SRP അടക്കമുള്ള പ്രായപരിധിയെ തുടർന്ന് ഒഴിഞ്ഞ നേതാക്കളെ പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത് കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ SRP, ബിമൻ ബോസ് എന്നിവരെ പ്രത്യേക ക്ഷണിതാക്കൾ ആയിരുന്നു. ഇത്തവണയും ഇവരെയും പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 85 അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു ഒഴിവ് ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റിയിലും ഒരു ഒഴിവ് നികത്താതെ ഒരു ഒഴിവ് ബാക്കി വച്ചിരുന്നു. സുഭാഷിണി അലി, ഹനൻ മൊള്ള എന്നിവരും ക്ഷണിതാക്കളായി തുടരുന്നുണ്ട് പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം കേരളത്തിൽ നിന്നുള്ള PK ശ്രീമതിക്ക് ഒഴിവ് ലഭിച്ചേക്കും എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, ഒരു വർഗ ബഹുജന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ PK ശ്രീമതിക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പ്രായപരിധിയിൽ ഇളവ് നൽകിയേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ആ ഇളവും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. PK ശ്രീമതിയെ കേന്ദ്ര കമ്മിറ്റിക്ക് ഇളവ് നൽകിയിട്ടില്ല. 3 പേരാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതിയതായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ടി.പി. രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവരാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർ. റീജിയൻ ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. കേരളത്തിൽ നിന്നുണ്ടായിരുന്ന 3 ഒഴിവുകളും നികത്തുകയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ. കേന്ദ്ര കമ്മിറ്റിയിൽ 85 പേരാണ്. അതിൽ കേരളത്തിൽ നിന്ന് ടി.പി. രാമകൃഷ്ണനും പുത്തലത്ത് ദിനേശനും KS സലീഖയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുകയാണ്. MP രാജേഷ് ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നുവെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നെങ്കിലും MP രാജേഷ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നില്ല. മുഹമ്മദ് റിയാസും ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയേക്കാം എന്ന തരത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ പേരും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇടം പിടിക്കുന്നില്ല. അപ്രതീക്ഷിതമായി KS സലീഖയുടെ പേരാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. ശ്രദ്ധേയമായൊരു കാര്യം, പിണറായി വിജയന് മാത്രമാണ് ഇളവ് നൽകുന്നത്. PK ശ്രീമതിക്ക് ഇളവില്ല. പുതിയ വിവരങ്ങളുമായി ശ്രീത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീത്ത്, വിശദാംശങ്ങൾ. ശ്രീത്ത്, കേരളത്തിൽ നിന്ന് 3 പേരാണ് പുതുതായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയത്. അതിൽ ടി.പി. രാമകൃഷ്ണനും പുത്തലത്ത് ദിനേശനും ഒപ്പം തന്നെ KS സലീഖയുമാണ്. ഇതിൽ KS സലീഖയുടെ കടന്നുവരവാണ് ഏറ്റവും അപ്രതീക്ഷിതമായ കടന്നുവരവായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. സീനിയറായ വനിതാ നേതാക്കന്മാരായ J. മേഴ്സിക്കുട്ടിയമ്മ, PK സെനബ തുടങ്ങിയവരെ തഴഞ്ഞാണ് KS സലീഖ അപ്രതീക്ഷിതമായി കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത്. PK സെനബയെ പരിഗണിക്കാനായിരുന്നു. കാരണം മുസ്ലിം എന്ന പരിഗണനയും ഒപ്പം തന്നെ വനിതാ പ്രാതിനിധ്യവും കണക്കിലെടുത്ത് PK സെനബയെ പരിഗണിക്കുമെന്നായിരുന്നു ഏറ്റവും ഉറപ്പുള്ള സൂചനകൾ. എന്നാൽ അപ്രതീക്ഷിതമായി KS സലീഖ കടന്നു വരുന്നു. PK സെനബ മുതിർന്ന സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിട്ടും അവർക്ക് അവസരം കിട്ടിയില്ല. അതുപോലെ തന്നെയാണ് MP രാജേഷ് അടക്കമുള്ള നേതാക്കളുടെ കാര്യവും. MP രാജേഷും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചില്ല. PK ബിജു അടക്കമുള്ള നേതാക്കന്മാരും കേന്ദ്ര കമ്മിറ്റി അംഗത്വം ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ അവരും അവസാന നിമിഷം ഒഴിവായി. പകരം 3 പ്രധാനപ്പെട്ട നേതാക്കളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന് വനിതാ സാന്നിധ്യമായ KS സലീഖയാണ്. ടി.പി. രാമകൃഷ്ണൻ LDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെത്തി. കേന്ദ്ര സെന്ററുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്ന സംസ്ഥാന സെന്ററിലെ ചുമതലക്കാരൻ എന്ന നിലയിലാണ് ദിനേശൻ പുത്തലത്ത് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയതെന്നാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്ന വിശദീകരണം. ശ്രീത്ത്, എത്ര പുതുമുഖങ്ങളാണ് CCയിലേക്ക് ആകെ വരുന്നത്? ശ്രീത്ത്, മൊത്തം 85 അംഗ കേന്ദ്ര കമ്മിറ്റിയാണ് പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഒരു സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. 19 പുതുമുഖങ്ങളാണ് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗങ്ങളായി പുതുതായി കടന്നു വന്നിരിക്കുന്നത്. പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്ന് നിരവധി ആളുകൾ ഒഴിവായി. PBയിൽ നിന്ന് മാത്രം 7 പേർ ഒഴിവായിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇളവ്. ബാക്കി പ്രധാനപ്പെട്ട നേതാക്കളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി,
മണിക് സർക്കാർ എന്നിവരെ പ്രത്യേക ക്ഷണിതാക്കളായിട്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ 85 കേന്ദ്ര കമ്മിറ്റിയിലില്ല, മറിച്ച് പ്രത്യേക ക്ഷണിതാക്കളായുള്ള 7 പേരിൽ 5 പേരാണ് ഈ പുതുതായി സ്ഥാനമൊഴിഞ്ഞ നേതാക്കൾ. ജി രാമകൃഷ്ണൻ്റെ കാര്യം, അതായത് ജി രാമകൃഷ്ണനും പ്രായപരിധിയിൽ ഒഴിവാകേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഇളവ് നൽകിയോ ഇല്ലയോ എന്ന കാര്യം വ്യക്തമല്ല. അദ്ദേഹത്തിന് മുഴുവൻ ഈ പട്ടികയിൽ അദ്ദേഹത്തിന് പേരുണ്ടോ എന്ന കാര്യം ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും മണിക് സർക്കാരും സർക്കാരും ക്ഷണിതാവായിരിക്കുന്നു. ഹനൻമുള്ളയും SRPയെയും ബിവൻ ബസുവിനെയും ക്ഷണിതാക്കളായി നിലനിർത്തിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ PB നിന്ന് സ്ഥാനമൊഴിഞ്ഞപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു. ശ്രീത്ത്, മറ്റൊന്ന് MA ബേബിയാണ് ഇനി പാർട്ടിയെ നയിക്കാൻ പോകുന്നത്. സമകാലിക രാഷ്ട്രീയ സാഹചര്യം, സംഘപരിവാർ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യം, ആകെ കേരളത്തിൽ മാത്രം ഭരണം എന്ന നിലയിലുള്ള സാഹചര്യം, ബംഗാളിലാണെങ്കിൽ പാർട്ടിക്ക് വേരോട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന വിലയിരുത്തൽ, ഭരണമുണ്ടായിരുന്ന ത്രിപുരയിൽ തകർന്നടിഞ്ഞു പോകുന്ന സാഹചര്യം, അങ്ങനെ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിനിടയിൽ MA ബേബിയുടെ നായകത്വം അതിനെ എങ്ങനെ വിലയിരുത്താം? ആശ്രയിത്ത്. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു രാഷ്ട്രീയ സംഘടനാ കാലയളവിലാണ് MA ബേബി CPIMൻ്റെ ജനറൽ സെക്രട്ടറിയായി അവരോധിതനാകാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്കും സംഘടനാ നീക്കങ്ങൾക്കും മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ തലത്തിൽ CPIMൻ്റെ ശക്തി ക്ഷയിച്ച് ഏതാണ്ട് ദുർബലമായിരിക്കുന്നു എന്ന അവസ്ഥയാണ്. ബംഗാളിലും ത്രിപുരയിലും പാർട്ടി തകർന്നടിഞ്ഞതോടെ ലോക്സഭയിൽ CPIMൻ്റെ പ്രാതിനിധ്യം 4 അംഗങ്ങളായി കുറഞ്ഞു. അതിൽ 3 ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി തമിഴ്നാട്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജയമാണ്. കേരളത്തിൽ നിന്ന് മാത്രമാണ് LDFൻ്റെ പ്രതിനിധിയായി ഒരാൾ ജയിച്ചു കയറിയത്. അപ്പോൾ പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ച ആളുകൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി 3 ആളുകൾ ഘടകകക്ഷികളായ പിന്തുണയോടുകൂടി ജയിച്ചു വന്നതാണ്. അപ്പോൾ ഈ ദുർഘടമായ സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കുക, പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കുക എന്നതാണ് MA ബേബിക്ക് മുന്നിലുള്ള വെല്ലുവിളി. ആ വെല്ലുവിളി അദ്ദേഹത്തിന് എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പാർട്ടിയുടെ അംഗസംഖ്യയിൽ കൊഴിഞ്ഞുപോക്കുണ്ട്, മറ്റ് പലയധികം പ്രശ്നങ്ങളുണ്ട്. ഈ കേരളത്തിൽ നിന്നുള്ള പാർട്ടി മാത്രമായി CPM ചുരുങ്ങിയെന്ന ആക്ഷേപങ്ങൾക്കിടയിൽ രാജ്യത്തെ ആകെ പാർട്ടിയെ നയിക്കുക എന്ന വെല്ലുവിളിയും MA ബേബിക്ക് മുന്നിലുണ്ട്. ശരി, ശ്രീത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന മധുരയിൽ നിന്ന്. EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് CPIM ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന മലയാളിയാണ് MA ബേബി. പാർട്ടിക്കുള്ളിൽ പ്രായോഗികവാദിയായ കമ്മ്യൂണിസ്റ്റായാണ് MA ബേബി അറിയപ്പെടുന്നത്. പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത പുലർത്തുമ്പോഴും ലോകത്തെ മാറ്റങ്ങൾ പിന്തുടരുന്നതിലും അവ ഉൾക്കൊള്ളുന്നതിലും ബേബി മറ്റു പല നേതാക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത, പ്രായോഗിക സമീപനങ്ങൾ, സാംസ്കാരിക രംഗവുമായുള്ള അടുപ്പം, ആശയവ്യക്തതയും ഉറച്ച നിലപാടുകളും. MA ബേബി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയ സവിശേഷതകൾ ഇതൊക്കെയാണ്. CPIMന്റെ വ്യവസ്ഥാപിത ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ പുതിയ ആശയങ്ങളുമായി സംവദിക്കാൻ ബേബിക്ക് മടിയുണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും സമീപനങ്ങളിൽ കടുംപിടുത്തക്കാരനായിരുന്നില്ല MA ബേബി. പരന്ന വായനയും ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനുള്ള ത്വരയും ക്രിയാത്മകമായ സംവാദങ്ങൾക്കുള്ള സന്നദ്ധതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യത്യസ്തനായ ഒരു നേതാവാക്കി മാറ്റി. ഏപ്രിൽ 5 കൊല്ലം പ്രാക്കുളത്ത് അധ്യാപകനായിരുന്ന കുന്നത്ത് PM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും 8 മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച MA ബേബിയുടെ വിദ്യാഭ്യാസം പ്രാക്കുളം NSS ഹൈസ്കൂളിലും കൊല്ലം SN കോളേജിലുമായിരുന്നു. കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തിയ ബേബി SFI, DYFI എന്നീ സംഘടനകളിൽ സജീവമായിരുന്നു. 1975 SFIയുടെ സംസ്ഥാന പ്രസിഡന്റായ ബേബി 1979 സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചു. 1986 32-ാം വയസ്സിൽ രാജ്യസഭാംഗമായ ബേബി 1992-98 കാലയളവിലും രാജ്യസഭാംഗമായിരുന്നു. 1987 DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. 1989 CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും 1992 കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവുമായി. 2002 CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ MA ബേബി 2006-ലും 2011-ലും കുണ്ടറയിൽ നിന്ന് നിയമസഭാംഗമായി. 2006-2011 കാലയളവിൽ MA ബേബി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലയളവിൽ പാഠപുസ്തകത്തിലെ മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗം വിവാദമായതിന് പിന്നാലെ ക്രൈസ്തവ സഭയുമായി സ്വാശ്രയ കോളേജ് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകൾക്കിടയാക്കി.
എം.എ. ബേബി രണ്ടാം മുണ്ടശ്ശേരിയാകാൻ ശ്രമിക്കുകയാണെന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ മതമേലധ്യക്ഷന്മാരുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി. വിഭാഗീയതയുടെ ഇരയായി പോളിറ്റ് ബ്യൂറോയിലെത്താൻ വൈകിയെങ്കിലും 2012 മുതൽ എം.എ. ബേബി PBയിലുണ്ട്. സാംസ്കാരിക നായകന്മാരെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിൽ നിർണായക സ്ഥാനം വഹിച്ചിട്ടുള്ള എം.എ. ബേബി മാനവീയം പരിപാടിയുടെ മുഖ്യ സംഘാടകനുമായിരുന്നു. സ്വരലയ എന്ന കലാസാംസ്കാരിക സംഘടന രൂപവൽക്കരിക്കുന്നതിൽ മുൻകൈയെടുത്ത എം.എ. ബേബി തന്നെയാണ് കൊച്ചി മുസ്രിസ് ബിനാലെ യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിലും പ്രധാന ഇടപെടലുകൾ നടത്തിയത്. പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി പോലെ പാർട്ടിക്കുള്ളിൽ സർവസമ്മത പ്രതിച്ഛായയില്ലെങ്കിലും പാർട്ടിക്കുള്ളിലെ സൈദ്ധാന്തികനും പ്രായോഗികവാദിയും ബുദ്ധിജീവിയും എന്ന പ്രതിച്ഛായ ബേബിക്ക് സഹായകമാകാനാണ് സാധ്യത. റിസർച്ച് ഡെസ്ക് 24. ദീപക് ധർമ്മടം ഒരിക്കൽ കൂടി മധുരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ പി.കെ. ശ്രീമതിക്കും തരിഗാമിക്കും ഇളവുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്നുള്ള കാര്യം തേടേണ്ടതുണ്ട്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, ഈ പ്രായപരിധിയിൽ പി.കെ. ശ്രീമതിക്കും തരിഗാമിക്കും ഇളവ് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? പ്രധാനപ്പെട്ട വിവരവുമാണ് ബൽറാം. ദീപക് ധർമ്മടം. റീജിത്ത്, നേരത്തെ 24 റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ശരി. പി.കെ. ശ്രീമതിക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ പ്രത്യേക ഇളവ് അനുവദിച്ചിരിക്കുന്നു. പി.കെ. ശ്രീമതി മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ്. അവർക്ക് മാത്രം ഇളവ് നൽകുന്നു. ഒപ്പം തന്നെ യൂസഫ് തരിഗാമി, കശ്മീരിലെ CPIMന്റെ മുഖമായി പ്രവർത്തിക്കുന്ന യൂസഫ് തരിഗാമിക്കും CCയിലാകെ 2 പേർക്കാണ് പ്രായപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. അത് പി.കെ. ശ്രീമതിക്കും യൂസഫ് തരിഗാമിക്കും മാത്രമാണ്. PBയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് PBയിൽ തുടരാൻ വേണ്ടി പ്രായപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നു. മുതിർന്ന നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ PBയിൽ നിന്നും ഇറങ്ങുകയാണ്. പ്രായപരിധി കർശനമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മാണിക് സർക്കാർ, G. രാമകൃഷ്ണ തുടങ്ങിയ ഒരു വലിയ നീണ്ട നിര പാർട്ടിയുടെ PBയിൽ നിന്നും മാറുന്നു. ഇവരെല്ലാം തന്നെ പാർട്ടി CCയിൽ പ്രത്യേക ക്ഷണിതാക്കളായി ഏറെക്കുറെ എല്ലാവരെയും പെടുത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ PBയിൽ നിന്നും ഒഴിഞ്ഞ മിബൻ ബസൂർ ഉൾപ്പെടെയുള്ളവർ ഈ CC പ്രത്യേക ക്ഷണിതാക്കൾ ആക്കിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം, പാർട്ടി ജനറൽ സെക്രട്ടറിയായി 1978 ഏപ്രിൽ 8-നാണ് അന്നത്തെ പാർട്ടി കോൺഗ്രസിൽ EMS പാർട്ടി ജനറൽ സെക്രട്ടറിയായി മാറിയത്. അതിനുശേഷം ഇതാദ്യമായി പാർട്ടി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കൊല്ലത്തെ കുണ്ടറയിലെ പഴയ MLA, പാർട്ടിയെ കേരളത്തിൽ വളർത്തുന്നതിൽ SFIയുടെ DYFIയുടെ പഴയ സാരഥി M.A. ബേബി ജനറൽ സെക്രട്ടറിയായി വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PBയിൽ പിണറായി വിജയൻ തുടരുകയും ചെയ്യുന്നു. കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമായ പി.കെ. ശ്രീമതി CCയിലും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ കേരളത്തിലെ CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം M.A. ബേബി ജനറൽ സെക്രട്ടറി ആവുന്നു, PBയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരുന്നു, അതുപോലെ CCയിൽ പി.കെ. ശ്രീമതി തുടരുന്നു. ഇത് രാഷ്ട്രീയമായി CPIMന്റെ കേരള ഘടകത്തെ അടയാളപ്പെടുത്തൽ തന്നെയാണ്. റിജിത്ത്. ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു. പി.കെ. ശ്രീമതിക്കും യൂസഫ് തരിഗാമിക്കും ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. പി.കെ. ശ്രീമതിയും യൂസഫ് തരിഗാമിയും കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും. 2 പേർക്കാണ് CCയിൽ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് ഇളവ് നൽകിയിരിക്കുന്നത്. PBയിൽ പിണറായി വിജയന് മാത്രമാണ് ഇളവ്. അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള നേരത്തെ തന്നെ തീരുമാനമായ കാര്യമാണ്. അതുകൂടാതെ CCയിൽ പി.കെ. ശ്രീമതിക്കും യൂസഫ് തരിഗാമിക്കും ഇളവ് നൽകാൻ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. മലപ്പുറത്തെക്കുറിച്ചുള്ള വിദ്വേഷ പരാമർശത്തിൽ ഉറച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറം ഒരു രാജ്യമാണെന്ന പ്രസ്താവന തിരുത്തിയ വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞ മറ്റു കാര്യങ്ങളിൽ ഒരു വാക്കുപോലും പിൻവലിക്കില്ല എന്ന് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. പരാമർശത്തിൽ കൂടുതൽ പ്രതികരണം നടത്തി വിവാദമാക്കേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗും CPIM. സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പിന്നാലെ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു രാജ്യം എന്ന് പറയാൻ സാധിക്കില്ല. അത് മുസ്ലിങ്ങളുടെ ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ലേ ഓരോരുത്തരും. പറഞ്ഞ വാക്കിൽ നിന്നും ഒരു വാക്ക് പോലും പിൻവലിക്കാൻ തയ്യാറല്ല, ആരുമായിട്ടും പ്രകോപിപ്പിക്കാനില്ല. മതസൗഹാർദ്ദമാണ് നമ്മുടെ ലക്ഷ്യം. തന്റെ സമുദായത്തിന്റെ വിഷമങ്ങളാണ് പറഞ്ഞതെന്നും ലീഗ് തന്നെ വർഗീയവാദിയായി മുദ്രകുത്തുകയാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശം ചർച്ചയാക്കി വിവാദം കൊഴുപ്പിക്കേണ്ടെന്ന നിലപാടിലാണ് CPIMും മുസ്ലിം ലീഗും. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വിവാദമാക്കാൻ പുറപ്പെട്ടിട്ട് പല കാര്യമുണ്ട്. അതായത് മലപ്പുറത്തെ പ്രത്യേകമായിട്ട് കാണേണ്ടതൊന്നുമില്ല. കേരളത്തിന്റെ ഭാഗമാണ് മലപ്പുറം. അതുകൊണ്ട് മലപ്പുറം എന്ന് പറയുന്നതിനെ ഏതെങ്കിലും രീതിയിൽ ഒരു തുരുത്തായിട്ട് കണ്ട് അതിനെ അധിക്ഷേപിക്കുകയോ അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം വർഗീയത കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് രണ്ടും യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നതല്ല. ഇത്രയും വില കുറഞ്ഞ വൃത്തികെട്ട പ്രസ്താവന മാധ്യമങ്ങൾ ചർച്ചയാക്കരുതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇത്രയും വൃത്തികെട്ട, ഇത്രയും നിലവാരം കുറഞ്ഞ
പ്രസ്താവനകൾ മുഖ്യ മാധ്യമങ്ങളും ബാക്കിയുള്ളവരൊക്കെ ചർച്ച ആക്കുന്നതിനോട് തന്നെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. അതുകൊണ്ട് ഈ പ്രസ്താവന സമൂഹം മൊത്തത്തിലങ്ങ് തള്ളിക്കളഞ്ഞു. വെള്ളാപ്പള്ളി മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് അറിയിച്ചു. 24 മലപ്പുറം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീ ചികിത്സ കിട്ടാതെ മരിച്ചു. പെരുമ്പാവൂർ സ്വദേശിനി അസ്മയാണ് മരിച്ചത്. മരിച്ച വിവരം ആരെയും അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലെത്തിച്ചു. അസ്മയുടെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ചട്ടിപ്പറമ്പ് ഈസ്റ്റ് കോഡൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ആലപ്പുഴ സ്വദേശി സിറാജുദ്ദീനും അസ്മയും. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് വീട്ടിൽ നടന്ന പ്രസവത്തെ തുടർന്ന് അസ്മ മരിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ സിറാജുദ്ദീൻ തയ്യാറായില്ല. ഇത് 5ാമത്തെ പ്രസവമാണ്. മരിച്ച ശേഷം ആരെയും അറിയിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹവും നവജാത ശിശുവുമായി സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് പോയി. ചട്ടിപ്പറമ്പിലെ അയൽവാസികൾക്ക് പോലും ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. 1.5 വർഷം മുൻപാണ് വീട് വാടകയ്ക്ക് നൽകിയതെന്നും സിറാജുദ്ദീൻ യൂട്യൂബ് ചാനൽ നടത്തിയിരുന്നുവെന്നും വീട്ടുടമ സൈനുദ്ദീൻ 24നോട്. മൂപ്പര് കാസർഗോഡ് ഭാഗത്തോടെ ഒരു പള്ളിയിൽ ജോലി ചെയ്യണമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ മൂപ്പര് ഈ മടവൂർ കാഫില എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് മൂപ്പർക്ക്. അങ്ങനെ പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ ജോലി ഈ പ്രാസംഗികനൊക്കെ കൈക്കാണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള വിവരങ്ങൾ. നമ്മളിവിടെ അടുത്ത വീട്ടിലൊക്കെ ഇവിടെ പോകുമ്പോൾ വൈകുന്നേരമൊക്കെ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നല്ല, കുട്ടികളിവിടെ കളിക്കുന്നുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉസ്താദ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വിവരങ്ങളൊന്നും നമ്മളെടുത്തില്ല. അസ്മയുടെ വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നവജാത ശിശുവിനെ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. രക്തസ്രാവമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സ്ഥിതിയുമോ മരിച്ച വിവരമോ പറയുണ്ടായില്ല. അവർ മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയാണ് അറിഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്നിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. 24 മലപ്പുറം. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അസ്മ മരിച്ചത് ഭർത്താവ് മറച്ചുവെച്ചുവെന്ന് അയൽവാസി. നവജാത ശിശുവിനെ പോലും ആശുപത്രിയിൽ എത്തിച്ചില്ല. പെരുമ്പാവൂരിലെത്തിയ ശേഷം അയൽവാസികളാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കെന്തോ പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ്. രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സ്ഥിതിയുമോ മരിച്ച വിവരമോ പറയുണ്ടായില്ല. ആകെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവുണ്ട്, ആലപ്പുഴ എന്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു. പക്ഷെ അദ്ദേഹം വീട്ടിൽ വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല. അവർ മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയാണ് അറിഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്നിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വൻ ലഹരിവേട്ട. തിരുവനന്തപുരത്തും കോഴിക്കോടും MDMA കടത്താൻ ശ്രമിച്ച സംഘത്തെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. മലപ്പുറം കോട്ടപ്പുറത്ത് മദ്യലഹരിയിൽ യുവാവ് ബന്ധുക്കളെ ആക്രമിച്ചു. തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ MDMA കടത്താൻ ശ്രമിച്ച യുവതിയടക്കമുള്ള സംഘത്തെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റേഷനിൽ വെച്ച് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. സംഭവത്തിൽ ചിറയൻകീഴ് സ്വദേശി സുമേഷ്, കഠിനംകുളം സ്വദേശി വിപിൻ, പാലക്കാട് സ്വദേശി അഞ്ജു എന്നിവർ പിടിയിലായി. 51 ഗ്രാം MDMA സംഘം കടത്താൻ ശ്രമിച്ചത്. കോഴിക്കോട് ഗോവിന്ദപുരത്ത് 12.5 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിലായി. പൊക്കുന്ന് സ്വദേശി അരുൺകുമാർ, കുതിരവട്ടം സ്വദേശി റിജുൽ എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം കൊണ്ടോട്ടി കോട്ടപ്പുറത്ത് മദ്യലഹരിയിൽ യുവാവ് അമ്മാവന്മാരെ ആക്രമിച്ചു. കുപ്പിപൊട്ടിച്ചുള്ള കുത്തേറ്റ് നൌഫൽ, ബീരാൻകുട്ടി എന്നിവർക്ക് പരിക്കേറ്റു. കോട്ടപ്പുറം സ്വദേശി സാക്കറാണ് ഇന്നലെ രാത്രി ഇരുവരെയും ആക്രമിച്ചത്. കണ്ണൂർ മാങ്ങാട്ടിടത്ത് 2.3 കിലോ കഞ്ചാവുമായി കുറുമ്പുക്കൽ സ്വദേശി മുക്താറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 തിരുവനന്തപുരം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24ന്റെ പോരാട്ടം തുടരുകയാണ്. SKN40 കേരള യാത്ര തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners,
Joya Lucas, Jain deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയുടെ 2ാം ഘട്ടത്തിന് തൃശൂരിൽ തുടക്കം. ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമാകാൻ 100 കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. രണ്ടാം ഘട്ട പര്യടനത്തിന് പൂരനഗരിയിൽ ആവേശോജ്വല തുടക്കം. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ 100 കണക്കിന് ആളുകൾ പങ്കാളികളായി. ഇത്രയും വലിയൊരു പരിപാടി നാടിന് വേണ്ടി ചെയ്യുമ്പോൾ, ലഹരിക്കെതിരായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മളതിൽ പങ്കാളിയാവാണ്. ഇതിൽ ഞാനൊരു ഫസ്റ്റ് പ്രൈസ് ആക്കി കൊടുക്കുന്നു. അതെ, നോ MDMA, നോ അക്രമം, നോ രാസലഹരി. യാത്രയ്ക്ക് പിന്തുണയുമായി മന്ത്രി കെ രാജൻ. മലയാള മനസ്സാക്ഷി ഒരുമിച്ച് ഉണർന്നെഴുന്നേറ്റ് മറ്റേതിനേക്കാൾ വലിയൊരു സമരം ഇന്ന് ഒരു ജീവിത സമരം പോലെ ഏറ്റെടുക്കേണ്ടത് ഈ ലഹരിക്കെതിരായിട്ടുള്ള വലിയ മുന്നോട്ട് പോക്കായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിന് ഗവൺമെൻറ് ആകാവുന്ന ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് കൊണ്ട് മാത്രം തീർക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല ഇത് പൊതുജനം ഏറ്റെടുക്കണം. ആ പൊതുജനം ഏറ്റെടുക്കുന്നതിൽ ആളുകളെ കൂട്ടാൻ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി രാവിലെ ഇത് കാണുകയായിരുന്നു. ജനങ്ങളെ കൂട്ടാനും അവരെ ബോധവൽക്കരിക്കാനും അവരെ ഇത്തരം ചില പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാനും കഴിയുന്ന വിധത്തിലുള്ളൊരു യാത്രയാണ് ഈ യാത്ര. യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നുണ്ട്. 24ന്റെ ഇടപെടലുകൾക്ക് അഭിനന്ദനമറിയിച്ച് ഹരിശങ്കർ IPS. മാധ്യമങ്ങളുടെ റോള് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങളുടെയും സാമൂഹിക മാധ്യമങ്ങളും ഇക്കാലത്ത് വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ജനങ്ങളിൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വളരെ ലാഘവത്തോടെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ദീർഘകാല ഇമ്പാക്റ്റ് നമ്മുടെ ആരോഗ്യത്തിലും ഒപ്പം സമൂഹത്തിലും അതോടൊപ്പം തന്നെ നാഷണൽ ലെവലിലും ഉണ്ടെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവാണ് 24 ന്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പോലീസിന്റെ എല്ലാവിധ സപ്പോർട്ടും ഇക്കാര്യത്തിൽ. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി. വളരെ അപകടം പിടിച്ചൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. നിങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ വണ്ടി എവിടെയെങ്കിലും പോയി തട്ടിയാൽ നിങ്ങൾ ഇറങ്ങി എന്തിന് എൻ്റെ വണ്ടി കൊണ്ട് തട്ടിയെന്ന് ചോദിക്കരുത്. കാരണം MDMA കഴിച്ചു വരുന്നവൻ ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിൽ അവൻ്റെ കയ്യിൽ കത്തി കാണും. അപ്പം നമുക്ക് ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന് പോലും അറിയാത്ത ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. വൈകുന്നേരം എങ്കക്കാട് നടക്കുന്ന ജനകീയ സദസ്സോടെ തൃശൂർ ജില്ലയിലെ 2ാം ദിന പര്യടനം അവസാനിക്കും. 1ാം ഘട്ട പര്യടനത്തിൽ നിന്ന് ലഭിച്ച ജനകീയ പിന്തുണയും കരുത്തും ഇന്ധനമാക്കിയാണ് യാത്ര തുടരുന്നത്. 24 തൃശൂർ. നീണ്ടകാലത്തെ അധ്യാപന ജീവിതത്തിന്റെ ഓർമ്മകളുമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ തൃശൂർ കേരളവർമ്മ കോളേജിൽ. SKN40 കേരള യാത്രയുടെ ഭാഗമായായിരുന്നു കേരളവർമ്മയിലെ സന്ദർശനം. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് SKN ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ച കലാലയം. അധ്യാപന ജീവിതത്തിന്റെ ഓർമ്മകളിലൂടെ വീണ്ടും ഒരു നടത്തം. തിരുമലരേ ആ തിരുദൂതരയിണത്തണിയേ ജഗം താരമീമിലെ കതിരുള്ളിയായി ഹുവൈലീരിൻ കനിസുതിയേ. അധ്യാപന കാലത്ത് SKNന്റെ വിദ്യാർത്ഥികളായിരുന്നവരുടെ ഒത്തുചേരലിനും കേരളവർമ്മ സാക്ഷിയായി. പി ബാലചന്ദ്രൻ MLAയും VS സുനിൽകുമാറും ഉൾപ്പെടെ പഴയ വിദ്യാർത്ഥികൾ തങ്ങളുടെ ശ്രീകണ്ഠൻ മാഷിനൊപ്പം ചേർന്നു. നമ്മളെല്ലാവരും കൂടി ഇറങ്ങണം. അതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ച് ഇറങ്ങുക എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. ആളുകൾ വിചാരിക്കുന്നത് ഇവർക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കാടി കിട്ടും എന്നുള്ള തോന്നൽ ആൾക്കുണ്ട്. അങ്ങനെയല്ല, അവർക്കെതിരെ ശബ്ദിക്കാൻ ജനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. ലഹരിക്കെതിരെ കേരളവർമ്മ ഉയർത്തുന്നത് ഇടറാത്ത ശബ്ദമാണ്. കലാലയ യൂണിയനും വിദ്യാർത്ഥി സംഘടനകളും അധ്യാപകരും ഒറ്റക്കെട്ട്.
കുട്ടികൾക്ക് തീർച്ചയായിട്ടും ലഹരിക്കെതിരെ കൃത്യമായിട്ടുള്ള അവബോധമുള്ള വിദ്യാർത്ഥികളാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒന്നും അറിയാത്തത് കൊണ്ടല്ല വിദ്യാർത്ഥികൾ ലഹരിയിലേക്ക് പോകുന്നത്. അവർക്ക് ആ അഡിക്ഷനിൽ നിന്ന് പുറത്തോട്ട് വരാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരാൻ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിയർ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വിദ്യാർത്ഥികൾ അതിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. അരുതക്രമം അരുത് ലഹരി എന്ന മുദ്രാവാക്യം ഉറക്കെ വിളിച്ചു പറയുകയാണ് ശ്രീ കേരളവർമ്മ. 24 തൃശൂർ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനവുമായി 24 ലഹരി വിൽപ്പന അതുപോലെ ഉപയോഗ കേന്ദ്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ വഴി അത് അറിയിക്കാം. അതിനുള്ള ടോൾ ഫ്രീ നമ്പർ നേരത്തെ ഞങ്ങൾ പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായിരിക്കും. 1800 42 54 29 എന്നുള്ളതാണ് ടോൾ ഫ്രീ നമ്പർ. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഈ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ മധുരയിൽ നിന്ന് പുറത്തു വരുന്നു. CC നിർദ്ദേശത്തിൽ എതിർപ്പ് അറിയിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി പട്ടികയെ എതിർക്കുന്നു UP ഘടകം. UP സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? റീജിത്ത്, അസ്വാഭാവികമായ അല്ലെങ്കിൽ അസാധാരണമായ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അത്തരത്തിൽ എതിർപ്പ് ഉയർന്നിരിക്കുന്നു നിലവിലുള്ള അല്ലെങ്കിൽ പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പട്ടികയിൽ എന്നുള്ളതാണ്. കേന്ദ്ര കമ്മിറ്റി ഈ നിലവിൽ ഇപ്പോൾ പുതിയതായി ഉൾപ്പെടുത്തിയ 30 അംഗങ്ങളുടെ പട്ടിക ഈ നിലവിൽ പാർട്ടി കോൺഗ്രസിന് മുന്നിൽ വെച്ച ഘട്ടത്തിലാണ് 2 സംസ്ഥാന ഘടകങ്ങളിൽ നിന്നും എതിർപ്പ് ഉയർന്നിരിക്കുന്നത്. ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് എതിർപ്പ് ഉന്നയിച്ചത്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുള്ള നേതാവ് DL കരടും എതിർപ്പ് ഉന്നയിച്ചു. വോട്ടെടുപ്പ് വേണം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ 2 അംഗങ്ങളും. ഇതിനെ തുടർന്ന് പ്രകാശ് കാരാട്ട് പാർട്ടി ഐക്യം പ്രധാനമാണ് എന്ന് പ്രതിനിധികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വോട്ടെടുപ്പിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മണിക് സർക്കാർ, ഈ പ്രസീഡിയത്തിന്റെ അധ്യക്ഷനായ മണിക് സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ വോട്ടെടുപ്പിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ ഇത്തരത്തിൽ പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഒരു പട്ടിക ഈ നേതൃത്വം പോളിറ്റ് ബ്യൂറോ നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് എതിർപ്പ് ഉയരുക അസാധാരണമാണ്. സാധാരണ നിലയിൽ പൂർണ്ണമായും തന്നെ അത് അംഗീകരിക്കുകയാണ് പതിവ്. എന്നാൽ പല നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ 30 അംഗ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ആളുകളിൽ എതിർപ്പ് അറിയിച്ചുകൊണ്ടാണ് 2 അംഗങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ഓരോ അംഗങ്ങൾ എതിർപ്പ് അറിയിക്കുകയും വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. സീനിയോറിറ്റി പരിഗണിച്ചില്ല എന്ന ആക്ഷേപമാണ് ഈ 2 വിഭാഗം നേതാക്കളും ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതനുസരിച്ച് ഇവരുടെ ആവശ്യപ്രകാരം വോട്ടെടുപ്പിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം പാർട്ടിയിലെ ഐക്യം പരമപ്രധാനമാണ് എന്നും ഈ പുതിയ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് സമവായത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് പാർട്ടിക്ക് ഗുണകരം എന്നുമുള്ള കാര്യമാണ് പ്രകാശ് കാരാട്ട് പോൾ ബ്യൂറോ കോർഡിനേറ്റർ ഈ പാർട്ടി കോൺഗ്രസിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം വോട്ടെടുപ്പ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മഹാരാഷ്ട്ര ഘടകത്തിൽ നിന്നുള്ള DL കരട്. ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്ര എന്നിവർ ഈ വോട്ടെടുപ്പ് വേണം എന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. ഇത് പ്രത്യേകിച്ചും മഹാരാഷ്ട്ര ഘടകത്തിൽ നിന്നും അശോക് ദാവ്ലെയോട് വളരെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ് DL കരട്. അദ്ദേഹം നാസിക്കിൽ നിന്നുള്ള നേതാവാണ്. നാസിക്കിലെ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഒരാളാണ്. അശോക് ദാവ്ല ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു അദ്ദേഹത്തിന്റെ പേര്. എന്നാൽ ഭൂരിപക്ഷ പിന്തുണ അല്ലെങ്കിൽ കേരള ഘടകത്തിന്റെ പിന്തുണ MA ബേബിക്ക് ആയ ഒരു ഘട്ടത്തിലാണ് MA ബേബിയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. അതേസമയം ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് ഇക്കാര്യത്തിൽ കൂടി ഉള്ള ഒരു എതിർപ്പാണ് ഇത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പട്ടികയിൽ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യത്തിൽ 2 നേതാക്കൾ DL കഥക് ഒപ്പം തന്നെ DL കരട് ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി എന്നീ 2 പേരും ഉറച്ചു നിൽക്കുകയാണ്. വോട്ടെടുപ്പിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട റീജിയൻ. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയാണ്. CC നിർദ്ദേശത്തിൽ എതിർപ്പുന്നയിക്കുന്നത് UP ഘടകവും മഹാരാഷ്ട്രയിൽ നിന്നുമാണ്. 2 നിന്നുമാണ് ഇത് സംബന്ധിച്ച
എതിർപ്പ് ഉയരുന്നത്. സീനിയോറിറ്റി പരിഗണിച്ചില്ല അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ, CC അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ എന്നുള്ളതാണ് ഈ എതിർപ്പിന് കാരണം. അതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. വോട്ടെടുപ്പിൻ്റെ നടപടികളിലേക്ക് കൂടി കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദീപക് ധർമ്മടം കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക് ധർമ്മടം, എന്താണ് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇങ്ങനെയൊരു എതിർപ്പ് ഉയർത്താനുണ്ടായ കാരണം എന്താണ്? അത് സീനിയോറിറ്റി പരിഗണിച്ചില്ല എന്നുള്ളതാണോ? ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എതിർപ്പ് അതിനെ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. അശോക് ദാവളെ ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളും ഈ വോട്ടെടുപ്പ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതായത് CC നിർദ്ദേശത്തിൽ വോട്ടെടുപ്പ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നതായി മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ്? ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ദീപക്? പാർട്ടി കോൺഗ്രസിൻ്റെ നടപടിക്രമങ്ങൾ വൈകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അതായത് പോളിറ്റ് ബ്യൂറോ വെച്ച CC പാനൽ, ആ CC പാനലിൽ വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആദ്യം UP ഘടകം ആവശ്യപ്പെടുന്നു. ആ UPയുടെ ആവശ്യം, UP സംസ്ഥാന സെക്രട്ടറിയുടെ ആവശ്യത്തെ മഹാരാഷ്ട്ര ഘടകം പിന്തുണയ്ക്കുന്നു. മാത്രവുമല്ല, ഇതിൻ്റെ ഒരു തുടർച്ചയായി ഇന്നലെ പോളിറ്റ് ബ്യൂറോയിൽ അശോക് ധാവള, മുതിർന്ന നേതാവാണ്, വലിയ ട്രേഡ് യൂണിയൻ വിപ്ലവ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവ്, ഈ നേതാവിനെ പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായതിലുള്ള പ്രതിഷേധം എന്നോണമാണ് ഇപ്പോൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രീതിയിൽ, അതായത് CCയിലെ സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് വേണം PB CC ലിസ്റ്റ് തയ്യാറാക്കാൻ. അങ്ങനെ പരിഗണിക്കപ്പെടാതെ മഹാരാഷ്ട്രയിൽ നിന്നും UPയിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. മാത്രവുമല്ല, ജൂനിയറായ നേതാക്കളെ CCയിലേക്ക് എടുത്തു എന്നുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്നു. ഈ ഘട്ടത്തിൽ പ്രകാശ് കാരാട്ട്, BB കോർഡിനേറ്റർ, പാർട്ടിയിലെ ഐക്യം ഊട്ടിയുറപ്പിക്കണം. ഇത് വോട്ടെടുപ്പ് എന്നുള്ളത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രമായിരിക്കണം എന്ന് മുന്നോട്ട് പറയുന്നു. അതിനുശേഷം മാണിക് സർക്കാർ വീണ്ടും PB കോർഡിനേറ്ററെ ഈ നമ്മുടെ പാർട്ടി പ്രതിനിധികളെ, അതായത് സെഷനിലെ പ്രതിനിധികളോട് അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. റീജിത്ത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ വോട്ടെടുപ്പ് എന്നുള്ളതൊരു സംഘടനാ രീതിയായി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും സാധാരണ ഈ നിർദ്ദേശം അംഗീകരിച്ച് പോകാറാണ് പതിവ്. ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കുന്ന പശ്ചാത്തലം, ഇതിൽ ഏതെങ്കിലും അംഗങ്ങളെ പ്രത്യേകമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടോ? ഈ സീനിയോറിറ്റി പരിഗണിച്ചില്ല എന്നുള്ളത് എന്നുള്ള വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ വോട്ടെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ, അതിൻ്റെ രീതി എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, മഹാരാഷ്ട്ര ഘടകം തന്നെയാണ് അനിഷ്ടം പ്രകടമാക്കിയത് ഈ പാർട്ടി കോൺഗ്രസിൽ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം അശോക് ദാവ്ളെയുടെ പേര് പശ്ചിമ ബംഗാൾ ഘടകം ആണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നോട്ട് വച്ചിരുന്നത്. ആ യോഗത്തിൽ 5 പേർ MA ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതിനെതിരെ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. അശോക് ദാവ്ളെയും ബംഗാൾ ഘടകത്തിൽ നിന്നുള്ള അംഗങ്ങളും അടക്കമുള്ളവരാണ് എതിർപ്പ് ഉന്നയിച്ചത്. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അശോക് ദാവ്ളെ ആദ്യഘട്ടത്തിൽ മുഹമ്മദ് സലീമിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. മുഹമ്മദ് സലീം നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് ബംഗാൾ ഘടകം തീരുമാനിച്ച ഒരു നേതാവിന്റെ പേര് അശോക് ദാവ്ളെ ഉന്നയിച്ചതിന് പിന്നാലെ ബംഗാൾ ഘടകം ജനറൽ സെക്രട്ടറിയായ അശോക് ദാവ്ളെയുടെ പേര് ഉന്നയിക്കുകയും തുടർന്ന് MA ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതിനെതിരെ എതിർപ്പ് ഉന്നയിക്കുകയായിരുന്നു. പ്രധാനമായും എതിർപ്പ് അദ്ദേഹത്തിന് ഹിന്ദി മേഖലയിൽ നിന്നുള്ള, ഹിന്ദി സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേണമെന്ന ആവശ്യമായിരുന്നു ബംഗാൾ ഘടകം മുന്നോട്ട് വെച്ചത്. അത് പോളിറ്റ് ബ്യൂറോയിൽ നേരിയ തോതിൽ ഒരു ഇത്തരത്തിലൊരു സമവായമില്ലാതെ ജനറൽ സെക്രട്ടറിയിലേക്ക് പോകുന്ന സാഹചര്യത്തിന് ഇടയാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരിക്കുന്നു. അശോക് ദാവ്ളെയോട് അടുപ്പമുള്ള നേതാവ് നാസിക്കിൽ നിന്നുള്ള DL കരട് ആണ് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെച്ച പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പട്ടികയിൽ എതിർപ്പ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ സീനിയോറിറ്റി മറികടന്നിട്ടുണ്ട് എന്നും മുതിർന്ന പല നേതാക്കളെയും, പാർട്ടിയിൽ അനുഭവപരിചയമുള്ള നേതാക്കളെ തഴയപ്പെട്ടിരിക്കുന്നു എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വോട്ടെടുപ്പ് വേണം ഈ വിഷയത്തിൽ എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ സമവായത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധികളോട് ഐക്യം പരമപ്രധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നും അതുകൊണ്ട് തന്നെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്നുമുള്ള ആവശ്യം എന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വച്ചു. എങ്കിൽ പോലും വോട്ടെടുപ്പ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ 2 നേതാക്കൾ. ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി, ഒപ്പം തന്നെ മഹാരാഷ്ട്ര
മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കരട് എന്നിവരാണ് വോട്ടെടുപ്പ് വേണം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പ്രൊസീഡിയം ഈ അംഗങ്ങൾ ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചാൽ സ്വാഭാവികമായും അത്തരം നടപടികളിലേക്ക് കടക്കേണ്ടി വരും. പ്രൊസീഡിയം അധ്യക്ഷനായ മണിക് സർക്കാരിന്റെ നേതൃത്വത്തിലാണ് വോട്ടെടുപ്പിനായുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. സമവായത്തിനായുള്ള ശ്രമങ്ങൾ ഈ ഒരു ഘട്ടത്തിലും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാരാഷ്ട്ര ഘടകം എന്തായാലും കടുത്ത എതിർപ്പ്, തങ്ങളുടെ അതൃപ്തി ഈ വിഷയത്തിൽ പാർട്ടി കോൺഗ്രസിൽ വെച്ച് തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്ര ഘടകത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ എതിർപ്പ് ഉന്നയിച്ച DL കരടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഹാരാഷ്ട്രയിൽ അന്നത്തെ സർക്കാരിനെ വിറപ്പിച്ച ഈ ലോങ് മാർച്ചിന്റെ സംഘാടകരിൽ ഒരാളാണ്. അശോക് ദാവ്ളയോടൊപ്പം ചേർന്ന് ഈ സംഘാടനം ഏറ്റെടുത്ത നേതാക്കളിൽ ഒരാളാണ്. മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നിർണായകമായ പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാർട്ടിയുടെ അംഗസംഖ്യ പരിശോധിക്കുകയാണെങ്കിൽ പോലും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം 2000 അംഗത്തോളം വളർച്ച ഉണ്ടായ ഒരു സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. മറ്റ് ഘടകങ്ങളിലെല്ലാം തന്നെ തുടർന്ന് അടുത്ത 2022 മുതൽ അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായപ്പോൾ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ക്രമമായ വളർച്ച അംഗങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. 12,807 അംഗങ്ങളിൽ നിന്നും നിലവിൽ 14,406 അംഗങ്ങളാണ് നിലവിൽ മഹാരാഷ്ട്രയിൽ ഉള്ളത്. ഇത്തരത്തിൽ സജീവമായി തന്നെ പാർട്ടി സംസ്ഥാന ഘടകം പ്രവർത്തനിക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ നിന്നുള്ള അംഗങ്ങളാണ് ഇത്തരത്തിൽ ഈ പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെച്ച പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പാനലിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തുകയും സീനിയോറിറ്റി മറികടക്കപ്പെട്ടിരിക്കുന്നു, സീനിയോറിറ്റി പാലിക്കപ്പെട്ടിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിലൂടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കണം എന്നുമുള്ള ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇത്തരം പാർട്ടി കോൺഗ്രസുകളിൽ കാണാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിലൂടെ വഴിയൊരുങ്ങിയിരിക്കുന്നത്. റീജിൻ, ശരി, പതിവില്ലാത്തൊരു കാഴ്ചയിലേക്ക് പാർട്ടി കോൺഗ്രസിന്റെ നടപടികൾ കടക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി പട്ടികയെ എതിർക്കുന്നു UP ഘടകവും മഹാരാഷ്ട്ര ഘടകവും. തുടർന്ന് വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, അതിൻ്റെ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. CPIM കേന്ദ്ര കമ്മിറ്റി പട്ടികയിലേക്ക് പാർട്ടി കോൺഗ്രസിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ചില മുതിർന്ന നേതാക്കളെ അവഗണിച്ചു എന്ന വിമർശനം ചൂണ്ടിക്കാട്ടി വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് UP മഹാരാഷ്ട്ര ഘടകങ്ങളാണ്. നിലവിലെ പട്ടികയെ ഇരു ഘടകങ്ങളും എതിർത്തതോടുകൂടിയാണ് കാര്യങ്ങൾ വോട്ടെടുപ്പിലേക്ക് നീങ്ങിയിരിക്കുന്നത്. UP സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് ആദ്യം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമവായത്തിലൂടെ തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ള നിർദ്ദേശം പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെച്ചെങ്കിലും വോട്ടെടുപ്പിൻ്റെ നടപടികളിലേക്ക് പാർട്ടി കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി പട്ടികയിൽ ചില മുതിർന്ന നേതാക്കളെ തഴഞ്ഞു എന്ന വിമർശനമാണ് ഇരു ഘടകങ്ങളും ഉയർത്തിയിരിക്കുന്നത്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി മധുരയിൽ നിന്ന് ചേരുന്നുണ്ട്. ദീപക്, ഈ വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്താണ് ദീപക്? റീജിത്ത്, പാർട്ടി ഭരണഘടനയിൽ പാർട്ടിയുടെ മേൽക്കമ്മിറ്റികളെല്ലാം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് നടത്താമെന്ന് പാർട്ടി ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതിലൊന്നിലേറെ അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഘടകം നിശ്ചയിക്കപ്പെട്ട നമ്പറുകളിൽ കൂടുതൽ വന്നാൽ, അല്ലെങ്കിൽ പാനലിനെ ആരെങ്കിലും എതിർത്താൽ സ്വാഭാവികമായി ആദ്യം തന്നെ അത് യോജിപ്പോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടി മേൽഘടകം അഭ്യർത്ഥിക്കും. അത്തരത്തിൽ പ്രകാശ് കാരാട്ട് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം ഈ UP ഘടകവും മഹാരാഷ്ട്ര ഘടകവും അതിന് വഴങ്ങുന്നില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത്. വോട്ടെടുപ്പ് പ്രക്രിയ കഴിഞ്ഞു, ഇനിയിപ്പോൾ വോട്ടെണ്ണലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച്. PB നിശ്ചയിച്ച പാനൽ തന്നെ ആയിരിക്കും വിജയിക്കുക എന്നുള്ളതാണ്. കാരണം PB വളരെ ആലോചിച്ചൊരു തീരുമാനമെടുക്കുന്നു. പക്ഷേ അതിനെതിരെ UP ഘടകം അത് പ്രായത്തിൽ മുതിർന്നവരെ പരിഗണിച്ചില്ല, സീനിയോറിറ്റി പരിഗണിക്കാതെയാണ് പട്ടിക എന്ന് പ്രതിഷേധമുയർത്തുന്നു, വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്നു. അത് UP ഘടകം ആവശ്യപ്പെട്ടപ്പോൾ മഹാരാഷ്ട്ര അതിനെ പിന്തുണച്ചു. പ്രത്യേകിച്ച് നമ്മൾ അശോക് ദാവളയുടെ ചില നീക്കങ്ങളെക്കുറിച്ച് ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അശോക് ദാവള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടു. എന്നാൽ അതേസമയത്ത് കേരളത്തിലുള്ള MAB ബേബിക്കായിരുന്നു PBയിൽ സ്വീകാര്യത കിട്ടിയത്. ഈ കാര്യം പ്രകാശ് കാരാട്ട് ഇന്നലെ അവതരിപ്പിക്കുന്നു. പിണറായി വിജയൻ PB അംഗ മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുന്നു. അത് തീരുമാനമായി വരികയും ചെയ്തു. സ്വാഭാവികമായും അതിൻ്റെ ഒരു അനുരണനമായാണോ ഇത്തരത്തിലുള്ള ഒരു വോട്ടെടുപ്പ്? സ്വാഭാവികമായും UPയും മഹാരാഷ്ട്രയും ഒരുമിച്ച് നിന്നാൽ പോലും പ്രതിനിധികളുടെ എണ്ണം കൊണ്ട് പാർട്ടി കോൺഗ്രസിൽ അവരുടെ പാനലിനെ ജയിപ്പിക്കുക എന്നുള്ളത് നടക്കാൻ പോകാത്ത കാര്യമാണ്. കാരണം കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ. അപ്പോൾ പാനൽ വിജയിക്കില്ല എങ്കിൽ പോലും ഒരു മത്സരം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം ഇതിൻ്റെ ലക്ഷ്യം. ഏതായാലും അല്പസമയത്തിനകം വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ള വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുകയാണ്. വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലായത്. റിജിത്ത്,
ബൽറാം നെടുങ്ങാടിയിലേക്ക് കൂടി പോവുകയാണ്. ബൽറാം, ഈ നേരത്തെ ദീപക് ധർമ്മടം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വോട്ടെടുപ്പിന് ഉള്ളൊരു സാഹചര്യം ഒരുങ്ങിയതിൽ അതിൽ അശോക് ദാവ്ളയുടെ അനുയായികളും മഹാരാഷ്ട്ര ഘടകവും സ്വീകരിക്കുന്ന നിലപാട് അതിൽ ശ്രദ്ധേയമാണ്. നേരത്തെ ബംഗാൾ ഘടകവും അശോക് ദാവ്ളയുടെ പേരിനോട് ഒരു അനുകൂല സമീപനം വെച്ചു പുലർത്തിയതാണ്. ഈ വോട്ടെടുപ്പ് നടന്നാലും അത് നിലവിലുള്ള പട്ടികയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ബൽറാം? റിജിത്ത്, ഇക്കാര്യത്തിൽ കേരള ഘടകത്തിന്റെ നിലപാട് എന്തായാലും നിർണായകമാണ്. തമിഴ്നാട് ഘടകത്തിന്റെ പിന്തുണയും നിലവിലുള്ള പട്ടികയ്ക്ക് തന്നെയാണ്. കേരളവും എന്നുള്ള ഏറ്റവും കൂടുതൽ സംഖ്യയുള്ള സംസ്ഥാനത്തിന്റെ പിന്തുണ എന്നുള്ളത് നിലവിലുള്ള ഈ പട്ടികയ്ക്കൊപ്പമാണ് എന്നത് തന്നെ നിലവിലുള്ള പട്ടികയിൽ കാര്യമായ മാറ്റമുണ്ടാകില്ല എന്ന് കണക്കാക്കാൻ കഴിയും. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളുടെ ഈ വിഷയത്തിലുള്ള നിലപാടും ശ്രദ്ധേയമാകും. ഈ പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഈ 3 സംസ്ഥാനങ്ങൾ ഇതിന് എതിരായിരിക്കും വോട്ട് ചെയ്യുക എന്നാണ് നിലവിൽ കണക്കാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പോൾ ബ്യൂറോയിലെ അവർ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ അത്തരത്തിൽ വേണം വിലയിരുത്താൻ. അതേസമയം നടന്നിരിക്കുന്നത് രഹസ്യ വോട്ടെടുപ്പാണ് എന്നുള്ളതും സാഹചര്യം വ്യത്യസ്തമാക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഓരോ അംഗങ്ങളും ചിന്തിക്കുക എന്നുള്ളത് പ്രധാനമാണ്. സംസ്ഥാന ഘടകങ്ങളുടെ ആഹ്വാനം അല്ലെങ്കിൽ സംസ്ഥാന ഘടകങ്ങൾ സ്വീകരിച്ച സമീപനത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് നിലപാടെടുത്താൽ നിലവിലുള്ള പട്ടിക അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടും, അത് അംഗീകരിക്കപ്പെടും എന്ന് ഉറപ്പാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും സാഹചര്യത്തിൽ വോട്ട് ചെയ്യുകയാണെങ്കിലായിരിക്കും പുതിയ ഒരു പാനൽ എന്ന സാഹചര്യം ഉണ്ടാവുക. സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു വോട്ടെടുപ്പിലേക്ക് പോകും സാഹചര്യങ്ങൾ പോകുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രമാണ് സംഭവിക്കാറുള്ളത്. അത്തരത്തിൽ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു 24ാം പാർട്ടി കോൺഗ്രസിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ തുടർച്ചയായാണ് ഈ ഒരു വോട്ടെടുപ്പിനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ആണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ പോൾ ബ്യൂറോ യോഗത്തിൽ ബംഗാൾ ഘടകം അശോക് ദാവ്ളയ്ക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിരുന്നത്. അതിന് കേരള ഘടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഭൂരിഭാഗം അംഗങ്ങളുടെ പിന്തുണ എന്നാൽ MA ബേബിക്ക് തന്നെയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ തീരുമാനമായി മുന്നോട്ട് പോയത്. അതിൽ നിന്നും എതിർപ്പ് ആയി ഈ പാർട്ടി കോൺഗ്രസിൽ എതിർപ്പ് ഉയർന്നിരിക്കുന്നു. വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി വോട്ടെണ്ണൽ നടപടികൾ ആരംഭിച്ചു. അതിന്റെ ഫലമാണ് കാത്തിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി മധുരയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.